10 വർഷം മുൻപേ നമ്മൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒരു ഇനീഷ്യേറ്റീവ് വേണമെന്നുള്ള ഒരു ആശയത്തിലാണ് തുടങ്ങിയത്. യുവപരിപാലനയിലൂടെ നിങ്ങൾ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ നിറവേറ്റിയില്ലെങ്കിൽ ആരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്നത്? തീർച്ചയായും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ചോദ്യമാണത്. മുൻകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ എല്ലാവരും ഓരോന്ന് പറയുന്നത്. ഈ ഒരു പദ്ധതി ഇന്നലെ ചിന്തിച്ചു തുടങ്ങിയതല്ല. 2016 ഞാൻ പാലന എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്നത്. പിന്നെ അതിനുശേഷമാണ് നമ്മൾ 2020 പാലന വെൽനസ് പ്രൊവൈഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൈൻടെക് സ്റ്റാർട്ടപ്പ് രജിസ്റ്റർ ചെയ്യുന്നത്. കർണാടക സ്റ്റാർട്ടപ്പ് മിഷൻ. ആ കമ്പനിയുടെ 7ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 7000 കുട്ടികളെ സ്കോളർഷിപ്പ് കൊടുക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി. 7 വർഷമായിട്ട് നമ്മളുടെ ഒരു വലിയ രീതിയിൽ നമ്മൾ ഡ്രീം ചെയ്തു വരുന്ന ഒരു പ്രൊജക്റ്റിന്റെ വലിയ രീതിയിലുള്ള ഒരു എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു സ്ട്രാറ്റജി കൊണ്ടുപോകുന്നത്. അത് ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു പദ്ധതി ആവണമെന്നുള്ളതും നമ്മളുടെ നിർബന്ധമാണ്. സോ ഡെഫിനറ്റ്ലി അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ ഈ 7 വർഷത്തിലേക്ക് കടക്കുന്ന നമ്മുടെ കമ്പനിയുടേതാണ്.